കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം ഏഴര ശനിയും കണ്ടക ശനിയുമാണ്. ഈ ഏഴര ശനിയും കണ്ടക ശനിയും എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ആ ഏഴര ശനിയിൽ നിന്നും കണ്ടക ശനിയിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ മുക്തി നേടാം എന്നൊരു വിഷയമാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ജീവിതത്തിൽ ഏഴര ശനി കണ്ടക ശനി ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അത് ചാരവശാൽ, ഗ്രഹങ്ങളുടെ ചാരവശാൽ വരുന്നതാണ്. നമുക്ക് ജാതകത്തിൽ ശനിയുണ്ട് വേറെ, അത് 19 വർഷവും ജാതകത്തിൽ ശനി. ഈ കണ്ടക ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2.5 വർഷം. ഏഴര ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7.5 വർഷം നിൽക്കും ഏഴര ശനി. പിന്നെ അതുകൂടാതെ ശനി വേറെ ഉണ്ട്, ജന്മശനി എന്ന് പറയുന്നത്, ജന്മശനി. പിന്നൊന്ന് അഷ്ടമശനി. അതിനെപ്പറ്റി ഞാനൊരു വിവരണം തരാം. അതായത് ജനിച്ച കൂറിൻ്റെ കണ്ടകസ്ഥാനത്ത്, അതായത് 4, 7, 10 അതാണ് കണ്ടകസ്ഥാനം. അപ്പം ജനിച്ച കൂറ് ഏതാണോ ആ ജനിച്ച കൂറിൻ്റെ 4, 7, 10 ഈ സ്ഥാനങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന കാലം ഒരുവന് കണ്ടകശനിയെ വരും, അവനെ കണ്ടകശനി പിടികൂടും. അതേപോലെ ജനിച്ച കൂറിൻ്റെ ഇടവും ബലവും ഉള്ള കൂർ, അതായത് 2ലും 12ലും, ജനിച്ച കൂറിൻ്റെ 2ലും 12ലും ശനി സഞ്ചരിക്കുന്ന കാലം ഏഴര ശനി എന്ന് പറയും. അത് 7.5 കൊല്ലം. പിന്നെ അതേപോലെ തന്നെയാണ് നമുക്ക് ജന്മശനി എന്ന് പറയും. ജനിച്ച കൂറിൽ ശനി സഞ്ചരിക്കുന്ന കാലത്തിന് നമ്മൾ ജന്മശനി എന്നാണ് പറയുന്നത്. ജനിച്ച കൂറിൽ ശനി സഞ്ചരിക്കുന്ന കാലത്തിന് ജന്മശനി എന്നും, ജനിച്ച കൂറിൻ്റെ 8ാം ഭാഗത്ത് 8ാം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന കാലത്തിന് അഷ്ടമശനി എന്നും പറയും. അങ്ങനെ ഈ 3-4 ശനികളും നമ്മളിങ്ങനെ ഇടക്കിടക്ക് വന്ന് പിടികൂടും. അത് ചാരവശാൽ ഇങ്ങനെ വന്ന് സംഭവിച്ചു കൊണ്ടിരിക്കും. എന്നാലാ ഈ ശനിദശ എന്ന് പറഞ്ഞ ദോഷങ്ങളുണ്ടെങ്കിലും ചില സമയത്ത് നമുക്ക് ഗുണങ്ങളും ഉണ്ടാകും. ശനി മുഴുവനും ദോഷങ്ങൾ ഉണ്ടാക്കണില്ല, ഗുണങ്ങളും ഉണ്ടാക്കി തരാറുണ്ട്. ഈ ശനിദശക്കാലത്ത് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. ആൾക്കാർക്ക് അയ്യോ എനിക്ക് ശനിദശയല്ലേ, എനിക്കൊന്നും ചെയ്യാൻ പാടില്ലല്ല, ഞാൻ ചെയ്തതിനൊക്കെ അബദ്ധമായി പോവോ എന്ന് വിചാരിച്ച് നമ്മൾ അതിൽ നിന്ന് പിൻവലിയേണ്ട കാര്യമില്ല. കാരണം ശനിദശക്കാലത്ത് വിവാഹം നടക്കാം, അതേപോലെ തന്നെ വസ്തുവകകൾ വാങ്ങാം, പ്രധാനപ്പെട്ട ഗ്രഹനിർമ്മാണങ്ങൾ വേണമെങ്കിൽ നടത്താം. ഇതൊക്കെ ശനിദശക്കാലത്തൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. അതുപോലെ കണ്ടകശനിയിലും ഇതൊക്കെ വരും. എന്നാൽ ചില തടസ്സങ്ങളൊക്കെ ശനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിന് നമ്മൾ പ്രതിവിധി ചെയ്താൽ നമുക്ക് അതിൻ്റെ ദോഷത്തിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാനായിട്ട് കഴിയും. ശനിദശ അല്ലെങ്കിൽ ശനിദോഷം, ഏഴര ശനി, കണ്ടകശനിയൊക്കെ വന്നാലും നമുക്ക് ദോഷമായിട്ട് സംഭവിക്കുന്നത് എന്തൊക്കെയാണ്? തൊഴിൽ തടസ്സങ്ങൾ ശനി ഉണ്ടാക്കും, അത് സംശയമില്ല. തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടാകാം. അതുകൂടാതെ ധനനഷ്ടം ഉണ്ടാവും. എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് കാശ് അറിയാതെ പോകും. കാശ് അറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് ശനിദശക്കാലത്തോ അല്ലെങ്കിൽ കണ്ടകശനി കാലത്തോ ഏഴര ശനിക്കാലത്തോ ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകും, ധനനഷ്ടം ഉണ്ടാവും. ജനിച്ച വീട്ടിൽ നിന്ന് മാറി നിൽക്കാനും നമുക്ക് ഇടവരും. ജനിച്ച വീട്ടിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാനും അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി താമസിക്കാനും ഒക്കെ ഈ ശനിദശക്കാലത്ത് അതിനുള്ള അവസരം വരും. നമ്മൾക്ക് ചെയ്യാത്ത കുറ്റത്തിന് കുറ്റം ഏൽക്കേണ്ടതായി വരും. നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല ആ കുറ്റം, എന്നാലും അത് നമ്മുടെ മേലിൽ വന്നു കൂടും. അതേപോലെ തന്നെ അപകീർത്തികരമായ കാര്യങ്ങൾ കേൾക്കാനും ഈ ശനിദശക്കാലത്ത് വരും. അതിനുള്ള കാര്യങ്ങളൊക്കെ വന്നുകൂടും. മാനഹാനികൾ ഉണ്ടാവും. മാനഹാനികൾ, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ നമ്മൾ കയറി ഇടപെടും ഈ ശനിദശക്കാലത്ത്. നമുക്ക് ആ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല, നമുക്ക് ആ ഭാഗത്ത് പോകേണ്ട കാര്യമില്ല, നമ്മൾ അങ്ങോട്ട് നോക്കേണ്ട കാര്യമില്ല, നമ്മൾ വേറെ വഴിക്ക് പോകേണ്ട ആളാണ്. എന്നാലും ശരിയാണ്, ശനി നമ്മൾ ആ വഴിക്ക് നിർത്തും, ആ ഭാഗത്ത് കൊണ്ട് ഇടപെടും. പലരായിട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനും ഈ ശനിദശക്കാലത്ത്
അവസരം വന്നു ചേരും. പലരായിട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാനും അതേപോലെ ബന്ധനത്തിൽ ആകാനും ബന്ധനത്തിൽ വരാനും ഒക്കെ ഈ ശനി സമയത്ത്, കണ്ടകശനി സമയത്ത്, മേടരശനി സമയത്തൊക്കെ നമുക്ക് അവസരങ്ങൾ വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നമുക്ക് വരും. അതുകൂടാതെ മുതിർന്ന സ്ത്രീകളായിട്ട്, അതായത് തന്നിൽ നിന്നും കൂടുതൽ പ്രായാധിക്യമുള്ള സ്ത്രീകളായിട്ടൊക്കെ ബന്ധപ്പെടാനും അവരായിട്ട് ചങ്ങാത്തം കൂടാനും അതുപോലെ തന്നെ വൃദ്ധന്മാരായിട്ടൊക്കെ ചങ്ങാത്തം കൂടാനും ആവശ്യമില്ലാത്ത ദുഷിച്ച കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് പെടാനും ഒക്കെ ഈ ഏഴര ശനിക്കാലവും കണ്ടക ശനിക്കാലവും ജാതകവശാലുള്ള ശനികാലത്തൊക്കെ ഇതൊക്കെ നമ്മൾക്ക് വന്ന് ചേരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അതിൽ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാകണം. ഏത് സമയത്തും നമുക്ക് ശനിദശ എന്നും പറഞ്ഞ് വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണ്ടേ, പോകേണ്ട കാര്യത്തിന് പോകണ്ടേ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകണം. അപ്പം ശനീശ്വരന് അതിനെന്താ ചെയ്യേണ്ടത്? നമുക്ക് ശനീശ്വരനെ പ്രീതിപ്പെടുത്തണം. ശനീശ്വരനെ പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് ഈ ശനിദോഷത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ സ്വയം ചെയ്ത് ശനിയുടെ പ്രീതി മേടിക്കാം. അതുകൂടാതെ ശനീശ്വരൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ നടത്തി ആ ശനിയുടെ ദോഷങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാനായിട്ട് സാധിക്കും. നിങ്ങൾ വഴിപാടായിട്ട് അമ്പലങ്ങളിൽ ചെയ്യുമ്പോൾ അത് ശനീശ്വരനെ, അതായത് അയ്യപ്പന്, ധർമ്മശാസ്താവിന്, ഹനുമാൻ സ്വാമിക്ക് ഒക്കെ വഴിപാടുകൾ നടത്തിയാൽ ശനിയുടെ ദോഷത്തിൽ നിന്നൊക്കെ ഒരു പരിധിവരെ നമുക്ക് മാറിക്കിട്ടും. എള്ളുതിരി കത്തിക്കുക. എല്ലാ ശനിയാഴ്ചകളും പോയി എള്ളുതിരി കത്തിക്കണം. ഈ എള്ളുതിരി കത്തിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാർ എള്ളുതിരി കത്തിക്കണ ആ പരിപാടി. ഈ എള്ളുതിരി കത്തിക്കണ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ശനിയുടെ ദോഷം മാറാൻ വേണ്ടിയല്ലേ. അത് അർപ്പണ മനോഭാവത്തോട് ചെയ്യണം. അല്ലാണ്ട് ഇതൊരു വഴിപാട് പോലെ അങ്ങനെ ചെയ്തിട്ട് പോയിട്ടൊരു കാര്യമില്ല. എള്ളുതിരി മേടിക്കുക. അത് ചിലപ്പോൾ ചിരാതിൽ എണ്ണ ഒഴിച്ചായിരിക്കുള്ളൂ എള്ളുതിരി കൈ തരുന്നത്. അല്ലെങ്കിൽ എള്ളുതിരി കിഴി കെട്ടിയിട്ട് എള്ളുതിരി ഇങ്ങോട്ട് തരും. അത് കത്തിച്ചിട്ട് നേരെ ആൾക്കാരെ എന്താ ചെയ്യണത്? ഭഗവാന്റെ മുമ്പിൽ ചിലവർ കാണിക്കൂല. അവർ കൊണ്ടുവന്നിട്ട് അവിടെ വെക്കേണ്ട സ്ഥാനത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഭഗവാനോട് സലാനും പറഞ്ഞു പോകും. ഇതുകൊണ്ടൊന്നും ശനിയുടെ പ്രീതി കിട്ടൂല. നമ്മൾ എന്ത് ചെയ്യണം? ശനിയുടെ പ്രീതി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ എള്ളുതിരി കയ്യിൽ പിടിച്ചുകൊണ്ട് ഭഗവാനോട് യാചിക്കണം. നമ്മൾ എങ്ങനെ യാചിക്കണം? ഭഗവാനെ, എൻ്റെ ശനിദോഷങ്ങളെല്ലാം ഈ എള്ളുതിരി കത്തിത്തീരുന്നത് പോലെ എൻ്റെ ദോഷങ്ങളും ദുരിതങ്ങളും കത്തിത്തീർന്നു പോണേ ഭഗവാനെ എന്ന് മനസ്സിൽ നല്ല പോലെ വിചാരിച്ചിട്ട് എള്ളുതിരി കത്തിക്കണം. എന്നിട്ട് അവിടെ കൊണ്ടുവന്ന് ആ സ്ഥാനത്ത് വെക്കണം. അല്ലാതെ വെറുതെ എള്ളുതിരി കത്തിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് പോരാ. ഭഗവാനോട് നല്ലപോലെ മനസ്സുരുകി പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ശനിദോഷങ്ങളെല്ലാനും ഈ എള്ളുതിരി കത്തിത്തീരുന്നത് പോലെ കത്തിത്തീർന്നു പോണേ ഭഗവാനി എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ശനീശ്വരൻ്റെ പ്രീതി നിങ്ങൾക്ക് കിട്ടും. മറ്റൊന്ന്, നീരാഞ്ജനം കത്തിക്കാം. ശനിക്ക് പക്കപ്പിറന്നാളിന്, അതായത് നിങ്ങളുടെ വരുന്ന പക്കപ്പിറന്നാളിന്, ഓരോ മാസത്തിലും വരുന്ന പക്കപ്പിറന്നാളിന് ശനിക്ക് എള്ള് പായസം വഴിപാട് സമർപ്പിക്കാം. എള്ള് പായസം വഴിപാട് കൊടുക്കും. ശനിക്ക് നീലപ്പട്ട് അവിടെ വഴിപാടായി സമർപ്പിക്കാം. നീലപ്പട്ട് ശനീശ്വരൻ നീലപ്പട്ട് വഴിപാടായിട്ട് സമർപ്പിക്കാം. കറുത്ത വസ്ത്രം വഴിപാടായിട്ട് സമർപ്പിക്കാം. അതുപോലെ തന്നെ
ശനീശ്വരൻ്റെ പക്ഷിയായ കാക്കക്ക് ഭക്ഷണം കൊടുത്താൽ ശനിയുടെ പ്രീതി കിട്ടും. കാക്കക്ക് ഭക്ഷണം കൊടുത്താൽ രണ്ട് കാര്യമുണ്ട്. ശനിയുടെ പ്രീതിയും കിട്ടും, നമ്മളുടെ പിതൃക്കളുടെ പ്രീതിയും കിട്ടും. കാക്കക്ക് ഭക്ഷണം കൊടുക്കാം, ദാനധർമ്മങ്ങൾ ചെയ്യാം. കൊട ദാനം ചെയ്യാം, ചെരുപ്പ് ദാനം ചെയ്യാം. ഈ കൊടയും ചെരുപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടിലെ പഴയ കൊടയും വീട്ടിലെ കിടക്കുന്ന പഴയ ചെരുപ്പ് ദാനം ചെയ്താൽ ഒന്നും ശരി ദോഷം മാറില്ല. പുതിയത് മേടിച്ചു കൊടുക്കണം. പഴയ കൊടയല്ല, പുതിയ കൊട മേടിച്ചു കൊടുക്കണം, പുതിയ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ കൊട ചെരുപ്പൊക്കെ ദാനം ചെയ്യാൻ ശനിക്ക് വളരെ തൃപ്തിയുള്ള കാര്യമാണ്. അതൊക്കെ ശനിയുടെ പ്രീതി കിട്ടുന്ന കാര്യമാണ്. അപ്പം ഇങ്ങനെയുള്ള ശനീശ്വരനെ പ്രീതിപ്പെടുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ ഈ ശനീശ്വരൻ്റെ ആ പ്രീതിയാൽ നമ്മളുടെ ശനി ദോഷങ്ങൾ ഒരു പരിധിവരെയൊക്കെ നമുക്ക് മാറിക്കിട്ടും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ നീല വസ്ത്രം ധരിക്കുക, അത് നല്ലതാണ്. നീല വസ്ത്രം നമ്മൾ ധരിക്കണതിന് ശനിയുടെ ഈ ദശാകാലങ്ങളിൽ ഏഴര ശനി കണ്ട ശനി കാലത്തൊക്കെ നീല വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണ്, ശനിക്ക് പ്രീതി വരുന്നതാണ്. അതേപോലെ തന്നെ പക്കപ്പിറന്നാളിന് എള്ളു പായസം കഴിക്കുന്നത് പോലെ തന്നെ ശനീശ്വര പൂജ നടത്തുന്നത് നല്ലതാണ്. പൈസ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം, ശനീശ്വര പൂജ. അപ്പം ശനിയുടെ ദോഷങ്ങൾ മാറിക്കിട്ടും ശനീശ്വര പൂജ ചെയ്താൽ. ഇനി അതുകൂടാതെ നിങ്ങൾ സ്വയം ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. നിങ്ങൾ വീട്ടിൽ ചെയ്യാവുന്ന കാര്യവും ഇത് ഇപ്പം ഞാൻ പറഞ്ഞത് ഇത്രയും അമ്പലത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇനി നിങ്ങൾക്ക് സ്വയം വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യങ്ങൾ ഞാൻ ഈ പറയുന്ന ഈ ശനിയുടെ മന്ത്രം നിങ്ങൾ ഒരു ദിവസം 108 പ്രാവശ്യം ചൊല്ലണം. എങ്ങനെ? 108 പ്രാവശ്യം ഒരു ദിവസം. ഓം ശനീശ്വരായ നമ, ഓം ശനീശ്വരായ നമ എന്ന് ഒരു 108 ആവർത്തി ഒന്ന് ചൊല്ലാമോ? ദിവസം ചൊല്ലണം. ഒരു ദിവസം 2 ദിവസം ചൊല്ലിയാലൊന്നും ഫലം ഉണ്ടാവില്ല. നിരന്തരം ചൊല്ലണം. ഓം ശനീശ്വരായ നമ. അങ്ങനെ ചൊല്ലിയാൽ ശനിയുടെ പ്രീതി കിട്ടും. അതുകൂടാതെ ഞാൻ പറയുന്ന ഈ ശനിയുടെ മന്ത്രം ഒരു ദിവസം 27 പ്രാവശ്യം വേറെ ചൊല്ലണം. മറ്റേത് 108 പ്രാവശ്യം ചൊല്ലുന്നത് പോലെ തന്നെ 27 പ്രാവശ്യം ഈ ശനിയുടെ മന്ത്രം, ഞാൻ പറയുന്ന ആ മന്ത്രം നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏഴര ശനിയിൽ നിന്നും കണ്ടകശനിയിൽ നിന്നും നിങ്ങളുടെ ശനിദോഷങ്ങളിൽ നിന്നൊക്കെ മോചനം കിട്ടും. നിങ്ങൾക്ക് ആപത്തുകളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ സാധിക്കും. ആ ശനിയുടെ മന്ത്രം ഇതാണ്: നീരാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. ഞാനൊന്നും കൂടി പറയാം. നീരാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം എന്ന് ചൊല്ലിയാൽ 27 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക. അത് അടുപ്പിച്ച് കുറച്ച് നാൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഈ ശനിയുടെ ദോഷത്തിൽ നിന്നൊക്കെ മുക്തി നേടാൻ കഴിയും. അതേപോലെ തന്നെ വാഹനങ്ങളൊക്കെ ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് ഈ ശനിയുടെ ദോഷ സമയം. അപ്പം നമ്മൾക്കിടെ മനസ്സിൽ ഇത് വേണം. വാഹനങ്ങൾ കൂടെ എനിക്ക് ഏഴര ശനിയാണ്, അല്ലെങ്കിൽ എനിക്ക് കണ്ടക ശനിയാണ്, എനിക്ക് ശനിദശകാലം എന്നുള്ള ചിന്ത നമ്മൾ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധ വേണം. വാഹനങ്ങളൊക്കെ ഒരു പരിധി വരെ കൂടുതൽ സ്പീഡിൽ ഓടിക്കരുത്. അതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. അതേപോലെ തന്നെ ഈ സമയത്തൊന്നും എടുത്തു ചാടി ഒരു കാര്യം ചെയ്യരുത്. ചാടി ഒരു കാര്യം ചെയ്യരുത്. ആത്മനിയന്ത്രണം പാലിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ശനിയുടെ ഈ ദോഷത്തിൽ നിന്നെല്ലാം മോചനം ഉണ്ടാവും. തീർച്ചയായും മോചനം ഉണ്ടാവും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നതിന് നന്ദി, നമസ്കാരം.